ഇപ്പം മിക്കവാറും നല്ല മഴയല്ലേ, അപ്പം നല്ല ചൂടോടുകൂടി ഒരു ജീരകക്കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാലോ. ജീരകക്കഞ്ഞി റെഡിയാക്കാനേ ഞാൻ 1 കപ്പ് കൈമ റൈസ് നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ ആശാടി, 1 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിനായി കുറച്ച് തേങ്ങ, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 10 ചുവന്നുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ആ വിസിലിൻ്റെ അവിടെ വെക്കണമെങ്കിൽ തിളച്ച് ഗ്യാസിലേക്കൊന്നും പോകില്ല കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പം നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും കട്ടിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരിയും കൂടി ലൂസ് വേണമെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ഇതിനായി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുള്ള ജീരകക്കഞ്ഞിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളീൻ്റെയും നെയ്യിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ജീരകക്കഞ്ഞിക്കുള്ളത്. നല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ഭയങ്കര മടിയായിരിക്കും അല്ലേ. ആ ഒരു ടൈമിൽ ഇതുപോലെ ജീരകക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുറച്ച് അച്ചാറോ മാങ്ങച്ചാറോ നാരങ്ങച്ചാറോ എന്തെങ്കിലും അച്ചാറൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയേ, പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.